കുത്തക സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെറുകിട വ്യാപാരികളെ തുടച്ചു നീക്കാനുള്ള ശ്രമമാണ് പുതിയ നിബന്ധനകളിലൂടെ സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്രായോഗികമായ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ ചെറുകിട വ്യാപാരികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് വൻകിടക്കാർക്ക് വേണ്ടിയാണെന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ പൊതു ശൗചാലയം ഉൾപ്പെടെ മാലിന്യ സംസ്കരണ ബിന്നുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശങ്ങളും അപ്രായോഗികമാണെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇന്നലെ കേരള ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഈ 29 ആവശ്യത്തിൽ പ്രധാനമായും പറയുന്ന നിരവധിയായ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള സൂചന നൽകപ്പെടുകയാണ്. GST നമ്മുടെ നാട്ടിൽ നടപ്പാക്കിയപ്പം നമ്മുടേതല്ലാത്ത കുറ്റം കൊണ്ട് ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന നിരവധിയായ വ്യാപാര സമൂഹത്തിന് ആശ്വാസമാകുന്ന ഒരു പ്രഖ്യാപനം അവിടെ നടത്തപ്പെടുകയുണ്ടായിട്ടുണ്ട്. കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തണം എന്നതായിരുന്നു ഈ ജാഥയുടെ മറ്റൊരു ആവശ്യം. ആ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കാൻ നാണ്യവിളകൾക്ക് താങ്ങുവില ഉയർത്തിക്കൊണ്ട് ഉള്ള പ്രഖ്യാപനങ്ങളും ഇന്നലെ അവതരിപ്പിച്ച ബഡ്ജറ്റിലൂടെ കണ്ണോടിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. അത് പൂർണ്ണമായും നമ്മുടെ ആവശ്യത്തോട് അടുക്കുന്നില്ലെങ്കിലും നമ്മൾ ഉന്നയിച്ച കാര്യങ്ങളിൽ ഗവൺമെന്റ് ശ്രദ്ധിച്ചു എന്നത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്, ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്താണ് നമ്മുടെ പ്രശ്നം? എന്തിനു വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കടയിൽ ഇറങ്ങി ഇത്രയും ദിവസങ്ങളെടുത്ത് ഒരു സമരവുമായി തിരുവനന്തപുരത്തേക്ക് കടന്നു പോകുന്നത്? അത് ഒരാളല്ല പോകുന്നത്, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ മാത്രമല്ല പോകുന്നത്. കേരളത്തിലെ 5 ലക്ഷം അംഗങ്ങളുടെ ഒപ്പുമായിട്ട് അവരുടെ ഹൃദയവുമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്, അവരുടെ വികാരവുമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. നിങ്ങൾ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംരംഭകർക്ക്, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ ഏതാനും കോർപ്പറേറ്റുകൾ മാത്രം മതി സംരംഭകരായ ഈ രാജ്യത്തുള്ള 4 കോടി സംരംഭകരും അതിനോടനുബന്ധിച്ചുള്ള 16 കോടി തൊഴിലാളികളും അടക്കം വരുന്ന 20 കോടി കുടുംബങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ട്, അവരെ തൊഴിൽ രഹിതരാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ 1 ഡസൻ വരുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രാജ്യത്തെ നിയമം മാറ്റി എഴുതുന്നതിന് വേണ്ടി, അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട്, എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ട്
ആണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. നാം ആവശ്യപ്പെടുന്നത് വ്യാപാര മേഖലയെ സംരക്ഷിക്കുക എന്നത്. വ്യാപാര മേഖല എന്നത് ഇന്ത്യയിലെ ഏകദേശം 20 കോടി കുടുംബങ്ങളുടെ ആശ്രയമാണ്. കേരളത്തെ സംബന്ധിച്ച് 90 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ഞാനും നിങ്ങളും ഉൾപ്പെടെ നമ്മൾ തൊഴിലെടുക്കുന്ന ഓരോ ടൗണിലും നമ്മുടെ സ്ഥാപനങ്ങൾ തുറക്കുമ്പോൾ സജീവമാകുന്ന മാർക്കറ്റ് വിപണി, ആ വിപണി ഒരു തൊഴിൽ നൽകുന്ന നിരവധിയായ ആളുകളുണ്ട്. നമ്മോടൊപ്പം തൊഴിലെടുക്കുന്ന നമ്മുടെ ജീവനക്കാർ, നമ്മുടെ ടൗണിൽ ഉപജീവനം നടത്തുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി ബസ് തൊഴിലാളികൾ, അതിന്റെ ജീവനക്കാർ, അതിന്റെ ഓണർമാർ, കൈത്തൊഴിലുകാർ, അങ്ങനെ നിരവധിയായ തൊഴിലുകൾക്ക് ജീവൻ നൽകുന്നത് ഈ വ്യാപാര മേഖല എന്ന വിപണിയാണ്. കേരളത്തിലെ ജനതകളുടെ സാമ്പത്തിക ആവശ്യങ്ങളും മറ്റിതര സോഷ്യൽ ആക്ടിവിറ്റീസും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പള്ളിയും അമ്പലവും പൊതുസമൂഹത്തിൽ വരുന്ന ഏത് വികസനവും നമ്മളൊരു കൈത്താങ്ങായി നിന്നുകൊണ്ട് സംരക്ഷിച്ചു കൊടുക്കുന്ന കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തെ കണ്ടില്ലെന്ന് വെക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥലത്ത് ഈ കൂട്ടമില്ലായിരുന്നു എങ്കിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താകുമെന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ സംസ്ഥാനം നിലനിർത്തിക്കൊണ്ടുപോകുന്ന റവന്യൂ സമാഹരണത്തിന്റെ 75% പ്രതിഫലം പറ്റാതെ ഖജനാവിൽ അടയ്ക്കുന്ന വർഗമാണ് നമ്മൾ. 10 ലക്ഷത്തോളം വരുന്ന ഏകോപന സമിതിയുടെ ഘടക വിഭാഗങ്ങൾ, അവരുടെ തൊഴിലാളികൾ, അവരുടെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വതന്ത്ര തൊഴിലാളികൾ, കയറ്റ ട്രാൻസ്പോർട്ടിങ്, മാർക്കറ്റിംഗ്, വിതരണ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി തൊഴിലാളികൾ ഇന്ന് ഗവൺമെന്റിനേക്കാൾ കൂടുതൽ സാമൂഹ്യ സർവീസ് കൊടുക്കുന്ന, സേവനം കൊടുക്കുന്ന, സംരക്ഷണം കൊടുക്കുന്ന സംഘടന എന്ന് പറഞ്ഞാൽ ഏറ്റവും അഭിമാനകരമായി നമുക്ക് പറയാം ഏകോപന സമിതിയുടെ സന്തതികൾ തന്നെയാണ് എന്ന്. 2024 വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകണമെങ്കിൽ നമ്മൾ അഫിഡവിറ്റ് നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ഡിസംബർ മാസത്തിൽ ഇറക്കിയ ഒരു ഉത്തരവ് നമുക്ക് മുന്നിലുണ്ട്. അതിലെ 3ാമത്തെ ക്ലോസായി എഴുതി ചേർത്തിട്ടുള്ളത്, എന്റെ സ്ഥാപനത്തിൽ ഞാനൊരു ശുചിമുറി തയ്യാറാക്കിയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ്? എന്റെ ജീവനക്കാർക്കും എന്റെ ഉപഭോക്താക്കൾക്കും പൊതുജനങ്ങൾക്കും വേണ്ടി. അതിന്റെ 7ാമത്തെ ക്ലോസ് എന്ന് പറയുന്നത്, എന്റെ സ്ഥാപനത്തിൽ 3 വേസ്റ്റ് ബിന്നുകൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 1 അപകടകരമായ മാലിന്യം നിക്ഷേപിക്കുന്നതിന്, 2 അജൈവ മാലിന്യം നിക്ഷേപിക്കുന്നതിന്, 3 ജൈവ മാലിന്യം നിക്ഷേപിക്കുന്നതിന്. ഈ ക്ലോസുകൾ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ കേരളത്തിലെ ചെറുകിട വ്യാപാരികൾക്ക് ലൈസൻസ് അനുവദിക്കൂ എന്ന് പറയുമ്പോൾ അത്തരം ക്ലോസുകൾ എഴുതി ഒപ്പിട്ട് തന്ന് നിങ്ങളുടെ ലൈസൻസ് ഞങ്ങൾക്ക് വേണ്ടോ എന്ന് പറയാനാ ഈ ജാഥ തിരുവനന്തപുരം മുതൽ ആരംഭിച്ചത്. സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ രാജു അപ്സര, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ, ട്രഷറർ എസ് ദേവരാജൻ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ.ജെ. റിയാസ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ കെ ഗോപാലൻ, എം സി പോൾസൺ, ഡിലൈറ്റ് പോൾ, എം പി അബ്ദുൾ റസാഖ്, സി ജി ബാബു, ജില്ലാ സെക്രട്ടറി അസീസ് മൂലയിൽ, പോൾ ജെ മാമ്പിള്ളി, ഷാജഹാൻ അബ്ദുൽ ഖാദർ, കെ ടി ജോയ്, സി വി മോൺസി, എഡ്വേർഡ് ഫോസ്റ്റേഴ്സ്, സംസ്ഥാന യൂത്ത് വിംഗ് പ്രസിഡന്റ് സലീം രാമനാട്ടുകര, വനിതാ വിംഗ് പ്രസിഡന്റ് സുബൈദ നാസർ, ബാബു കോട്ടയിൽ, കെ എസ് നിഷാദ്, എസ് കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ആയിരക്കണക്കിന് വ്യാപാരികളാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകുവാനായി കാക്കനാട് ഒരുമിച്ച് ചേർന്നത്. റെഡ് ജനബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.